ഉരുൾപൊട്ടൽ ദുരിതത്തിൽ ഉറ്റവരെയും വാഹനാപകടത്തിൽ പ്രതിശ്രുത വരനെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് വീടൊരുങ്ങുന്നു. വ്യവസായി ബോബി ചമ്മണ്ണൂർ നൽകിയ 10 ലക്ഷം രൂപ വീട് വയ്ക്കാനായി MLA ടി സിദ്ദിഖി ശ്രുതിക്ക് കൈമാറി. ശ്രുതിക്ക് ജോലി ലഭിക്കുന്നതിനായി സർക്കാർ തലത്തിൽ ആവശ്യം ഉന്നയിക്കുമെന്നും MLA പറഞ്ഞു. ചൂരമലയിലെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശനം പൂർത്തിയായ വിവാഹ ഒരുക്കങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഉരുൾപൊട്ടലുണ്ടായത്. ശ്രുതിക്ക് അച്ഛനും അമ്മയും സഹോദരി നഷ്ടപ്പെട്ടു. വീടും പൂർണ്ണമായി തകർന്നു. പിന്നീട് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുമ്പോഴാണ് സഹായം എത്തുന്നത്. ജെൻസന്റെ ആഗ്രഹം പോലെ ശ്രുതിക്ക് വീട് വെച്ച് നൽകുമെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ വാഗ്ദാനം. തുടർന്ന് ശ്രുതിയുടെ ആവശ്യം പോലെ കൽപ്പറ്റയിൽ തന്നെ വീട് വയ്ക്കാനുള്ള തുക അദ്ദേഹം MLAക്ക് കൈമാറുകയായിരുന്നു. മുന്നോട്ട് ജീവിക്കാൻ ശ്രുതിക്ക് ജോലി ആവശ്യമാണ്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ജോലി നിലവിലെ സാഹചര്യത്തിൽ തുടരാനാവില്ല. അതിനാൽ സർക്കാർ ജോലി ലഭിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും ടി സിദ്ദിഖി പറഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കുടുംബത്തിലെ 9 പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത്. പിന്നാലെ വാഹനാപകടത്തിൽ ജെൻസനും മരിച്ചു. അപകടത്തിൽ 2 കാലും ഒടിഞ്ഞ ശ്രുതി ഇപ്പോൾ കൽപ്പറ്റയിലുള്ള ബന്ധുവിനൊപ്പമാണ് കഴിയുന്നത്. ഒരു കാലിന് ഓപ്പറേഷൻ പൂർത്തിയായി. 2ാമത്തെ കാലിനും വൈകാതെ ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട്. അതിനാൽ മാസങ്ങൾ നീളുന്ന വിശ്രമത്തിന് ശേഷം മാത്രമേ സാധാരണ നിലയിലേക്ക് എത്താൻ ശ്രുതിക്ക് സാധിക്കൂ. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ചെയ്ത വലിയ ഒരു നല്ല കാര്യമാണ് അദ്ദേഹം. കാരണം ആ കുട്ടിക്കൊരു വീട്, അതും ജീവിക്കണമല്ലോ സന്തോഷത്തോടെ. എല്ലാം സന്തോഷത്തോടെ അത് ജീവിക്കണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതിനൊരു വീട്, അതിനൊരു ജോലി എല്ലാം ലഭിക്കട്ടെ.